നാം സ്തോത്രം 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 കഴിക്കാം. സ്തോത്രം സ്തോത്രം നാം സ്തോത്രം കഴിക്കാം. വിശുദ്ധ സ്നേഹബന്ധത്താൽ ഒരേ ശരീരമായി നാം ചേർക്കപ്പെട്ടതാകയാൽ ചേരുവിൻ സ്തുതിക്കാൻ. നാം സ്തോത്രം 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 കഴിക്കാം. സ്തോത്രം സ്തോത്രം നാം സ്തോത്രം കഴിക്കാം. ഒരിക്കൽ കൂടെ നിങ്ങളെല്ലാവരെയും ദൈവസന്നിധിയിൽ ദൈവാരാധനയ്ക്കായി സ്വാഗതം ചെയ്യുന്നു. ഇതിൽ പങ്കുചേരുന്ന എല്ലാവരെയും സർവശക്തിയുള്ള ദൈവം അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു. ദൈവത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നമുക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ, എന്നാൽ ഞങ്ങളുടെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദിങ്കലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, നിനക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകല ആഗ്രഹങ്ങളും അറിയപ്പെട്ടവയും അങ്ങയിൽ നിന്ന് രഹസ്യങ്ങളൊന്നും മറവല്ലാത്തതുമാകുന്നുവല്ലോ. ഞങ്ങൾ അങ്ങയെ പൂർണ്ണമായി സ്നേഹിപ്പാനും അവിടുത്തെ പരിശുദ്ധ നാമത്തെ യോഗ്യമായി മഹത്വപ്പെടുത്തുവാനും അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ നിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിലവുകളെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം വെടിപ്പാക്കണമേ. ആമേൻ. അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ. കുഞ്ഞാടിന് മഹത്വം ഉണ്ടാകട്ടെ. സിംഹാസനത്തിലിരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ. കുഞ്ഞാടിന് മഹത്വം ഉണ്ടാകട്ടെ. അറുക്കപ്പെട്ടവനെ, നീ നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിൽ നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. നീ യോഗ്യൻ. കുഞ്ഞാടിന് മഹത്വം ഉണ്ടാകട്ടെ. രക്ഷ എന്നുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനം. ആമേൻ. നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും. ആമേൻ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ ദൈവം നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു.
നമ്മുടെ പാപങ്ങളെ കുറിച്ച് നേരായും താല്പര്യമായും മാനസാന്തരപ്പെട്ട് നമ്മുടെ കൂട്ടുകാരോട് പ്രിയവും സ്നേഹവുമായിരുന്നു ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ടും മേലാൽ അവന്റെ വിശുദ്ധ വഴികൾ കൂടെ നടന്നുകൊണ്ടും പുതിയ ജീവിതം നയിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന നമ്മൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം അവനോട് പുതുതായി നിരപ്പാക്കപ്പെടേണ്ടതിന് സർവശക്തനായ ദൈവത്തോട് താഴ്മയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറവിൻ. കുറ്റബോധത്തോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ നിനക്ക് ഞങ്ങളുടെ അയൽക്കാർക്കും വിരോധമായി പാപം ചെയ്തിരിക്കുന്നു എന്ന് ഏറ്റുപറയുന്നു. ഞങ്ങൾ പ്രകാശത്തിലല്ല ഇരുട്ടിലത്രേ നടന്നിരിക്കുന്നത്. ഞങ്ങൾ കർത്താവിനെ നാം ഉച്ചരിക്കുന്നെങ്കിലും ഞങ്ങൾ അനീതി വിട്ടകന്നിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. യേശുക്രിസ്തു ഞങ്ങളുടെ സകല പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനാ ഞങ്ങളെ വെടിപ്പാക്കണമേ. ഞങ്ങളുടെ മനോസാക്ഷികളെ ഉണർത്തണമേ. മറ്റുള്ളവരോട് ഹൃദയപൂർവ്വം ക്ഷമിപ്പാൻ തക്ക പ്രാപ്തി ഞങ്ങൾക്ക് നൽകണമേ. നിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി ജീവന്റെ പുതുക്കത്തിൽ മേലാൽ നിന്നെ സേവിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. ക്രിസ്തയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. അധ്വാനഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ, അധ്വാനഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ലാതലയുന്നോരേ, ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു. നിന്നെ വിളിച്ചിടുന്നു. മനഃപൂർവമായ മാനസാന്തരത്തോടും സത്യവിശ്വാസത്തോടും തങ്ങളിലേക്ക് തിരികെയും തങ്ങളുടെ സഹോദരോട് ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പാമോചനം നൽകുമെന്ന് തന്റെ മഹാകരുണയാൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗസ്ഥ പിതാവായ സർവശക്തി ഉള്ള ദൈവം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമ്മോട് കരുണയുണ്ടായി നമ്മുടെ സകല പാപങ്ങളും ക്ഷമിച്ച് അവയിൽ നമ്മെ വിടുവിച്ച് സകല നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തി നമ്മെ നിത്യജീവങ്കിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. ആമേൻ. ദൈവമേ, നിനക്ക് സ്തോത്രം. ദൈവവചന ശുശ്രൂഷ കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. നാം എല്ലാവരോടുകൂടെയും ഇന്നേക്കുള്ള പ്രത്യേക അപേക്ഷ, ദൈവജനം ഉപ്പും വെളിച്ചവും അന്ധകാരത്തിന്റെ ശക്തികളെ തുരത്തുകയും ഭൂമിയിൽ വെളിച്ചം പകർന്ന് ജീവൻ പരിപാലിക്കുകയും ചെയ്യുന്ന പ്രകാശത്തിന്റെ ദൈവമേ, അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ ജീവിതവും ശുശ്രൂഷയും മുഖാന്തരം ഈ ഇരുണ്ട ലോകത്തെ അവിടുന്ന് പ്രകാശം കൊണ്ട് നിറച്ച് യേശുവിന്റെ പുനരുത്ഥാനത്തിലൂടെ ഇരുളിന്റെ ശക്തികളിന്മേൽ ആത്യന്തികമായ വിജയം നേടി അവിടുത്തെ ജനത്തിന് പ്രത്യാശ നൽകിയിരിക്കുന്നുവല്ലോ. അവിടുത്തെ ജനമായ ഞങ്ങളെ ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ വെളിച്ചവുമാക്കി തീർക്കണമേ. അങ്ങനെ ലോകത്തെ അർത്ഥവും ലക്ഷ്യബോധവുമുള്ള ഒരു സമൂഹമായി പരിവർത്തനം ചെയ്യുന്ന അവിടുത്തെ ശുശ്രൂഷ ഞങ്ങൾ തുടരുവാൻ സഹായിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അവിടുത്തോട് അപേക്ഷിക്കുന്നു. ആമേൻ. ഒന്നാം പാഠമായി വായിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്നത്
യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49 അധ്യായം 1 മുതൽ 7 വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പിൻ. ഐസയ ചാപ്റ്റർ 49 വേഴ്സസ് 1-7. ദ്വീപുകളെ എന്റെ വാക്ക് കേൾപ്പിൻ, ദൂരത്തുള്ള വംശങ്ങളെ ശ്രദ്ധിപ്പിൻ. യഹോവ എന്നെ ഗർഭം മുതൽ വിളിച്ചു, എന്റെ അമ്മയുടെ ഉദരത്തിൽ ഇരിക്കയിൽ തന്നെ എന്റെ പേർ പ്രസ്താവിച്ചിരിക്കുന്നു. അവൻ എന്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെയാക്കി, തന്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു. അവൻ എന്നെ മിനുക്കിയ അമ്പാക്കി തന്റെ പൂണിയിൽ മറച്ചുവെച്ചു. എന്നോട്, ഇസ്രായേലേ, നീ എന്റെ ദാസൻ, ഞാൻ നിന്നിൽ മഹത്വീകരിക്കപ്പെടും എന്ന് അരുളി ചെയ്തു. ഞാൻ വെറുതെ അധ്വാനിച്ചു, എന്റെ ശക്തിയെ വ്യർത്ഥമായും നിഷ്ഫലമായും ചെലവഴിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എങ്കിലും എന്റെ ന്യായം യഹോവയുടെ പക്കലും എന്റെ പ്രതിഫലം എന്റെ ദൈവത്തിന്റെ പക്കലും ഇരിക്കുന്നു. ഇപ്പോഴോ യാക്കോബിനെ തന്റെ അടുക്കൽ തിരിച്ചു വരുത്തുവാനും ഇസ്രായേലിനെ തനിക്ക് വേണ്ടി ശേഖരിപ്പാനും എന്നെ ഗർഭത്തിൽ തന്റെ ദാസനായി നിർമ്മിച്ചിട്ടുള്ള യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ യഹോവയ്ക്ക് മാന്യനും എന്റെ ദൈവം എന്റെ ബലവുമാകുന്നു. നീ യാക്കോബിന്റെ ഗോത്രങ്ങളെ എഴുന്നേൽപ്പിക്കേണ്ടതിനും ഇസ്രായേലിൽ സൂക്ഷിക്കപ്പെട്ടവരെ തിരിച്ചു വരുത്തേണ്ടതിനും എനിക്ക് ദാസനായിരിക്കുന്നത് പോരാ. എന്റെ രക്ഷ ഭൂമിയുടെ അറ്റത്തോളം എത്തേണ്ടതിന് ഞാൻ നിന്നെ ജാതികൾക്ക് പ്രകാശമാക്കി വെച്ചുമിരിക്കുന്നു എന്ന് അവൻ അരുളി ചെയ്യുന്നു. ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനും അവന്റെ പരിശുദ്ധനുമായ യഹോവ സർവനിന്ദിതനും ജാതിക്ക് വെറുപ്പുള്ളവനും അധിപതികളുടെ ദാസനുമായവനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു. വിശ്വസ്തനായ യഹോവ നിമിത്തവും നിന്നെ തിരഞ്ഞെടുത്ത ഇസ്രായേലിൻ പരിശുദ്ധൻ നിമിത്തവും രാജാക്കന്മാർ കണ്ട് എഴുന്നേൽക്കുകയും പ്രഭുക്കന്മാർ കണ്ട് നമസ്കരിക്കുകയും ചെയ്യും. ഇങ്ങനെ വേദഭാഗം ഇവിടെ വായിച്ച് അവസാനിക്കുന്നു. Today's responsive reading is taken from Psalms 27. Psalm 27. The Lord is my light and my salvation. Whom shall I fear? The Lord is the stronghold of my life. Of whom shall I be afraid? When evil men advance against me to devour my flesh, when my enemies and my foes attack me, they will stumble and fall. Though an army besiege me, my heart will not fear. Though war break out against me, even then I will be confident. One thing I ask of the Lord, this is what I seek, that I may dwell in the house of the Lord all the days of my life, to gaze upon the beauty of the Lord and to seek him in his temple. For in the day of trouble he will keep me safe in his dwelling. He will hide me in the shelter of his sacred tent and set me high upon a rock. Then my head will be exalted above the enemies who surround me. At his tabernacle will I sacrifice with shouts of joy. I will sing and make music to the Lord. Hear my voice when I call, Lord, be merciful to me and answer me. My heart says of you, seek his face. Your face, Lord, I will seek. Do not hide your face from me. Do not turn your servant away in anger. You have been my helper. Do not reject me or forsake me, God my Savior. Though my father and mother forsake me, the Lord will receive me. Glory be to the Father, to the Son, and the Holy Spirit. As it was in the beginning, is now, and ever shall be, world without end. The second lesson for today is taken from the book of Ephesians, chapter 5, verses 1-5. I repeat, Ephesians chapter 5, verses 1-5. Be imitators of God, therefore, as dearly loved children, and live a life of love, just as Christ loved us and gave himself up for us as a fragrant offering and sacrifice to God. But among you there must not be a hint of sexual immorality, or of any kind of impurity or of greed, because these are improper for God's holy people. Nor should there be obscenity, foolish talk, or coarse joking, which are out of place, but rather thanksgiving. For of this you can be sure, no immoral, impure, or greedy person, such a man is an idolater, has any inheritance in the kingdom of Christ and of God. Here ends the second lesson. ഇന്നത്തേക്കുള്ള സുവിശേഷ ഭാഗം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 13-ാം വാക്യം മുതൽ
16 വാക്യം വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പേൻ. Gospel according to Matthew, chapter 5, verses 13 to 16. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തോന്നുകൊണ്ട് രസം വരുത്താം? പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയും കീഴല്ല തണ്ടിന്മേലത്രേ വെക്കുന്നത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. സുവിശേഷ വേദഭാഗം ഇവിടെ കഴിയുന്നു. ുള്ള പ്രത്യേക പ്രാർത്ഥന. ബർത്ത്ഡേസ് ലിയോൺ, അന്ന റോഷൻ, സിജി റോഷൻ, ഇവരെ ദൈവത്തിന്റെ കരത്തിൽ കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ നാമത്തിൽ നാം ചേർന്നിടും സമയങ്ങളിൽ മോദമായി ധ്യാനിച്ചിടാം തന്റെ വൻ കൃപകൾ ദിനവും. മോദമായി ധ്യാനിച്ചിടാം തന്റെ വൻ കൃപകൾ ദിനവും. കുന്നുകളകന്നിടിലും മഹാപർവ്വതം മാറിടിലും. കുന്നുകളകന്നിടിലും മഹാപർവ്വതം മാറിടിലും. തന്റെ ദയയെന്നും ശാശ്വതമേ, തന്റെ മക്കൾക്കാശ്രയമേ. തന്റെ ദയയെന്നും ശാശ്വതമേ, തന്റെ മക്കൾക്കാശ്രയമേ. ജീവന്റെ ഉറവിടമായ വിളിച്ചാൽ വിളി കേൾക്കുന്ന, ജീവൻ നിലനിർത്തുന്ന, ജീവിതത്തെ പോഷിപ്പിക്കുന്ന, പരിപാലിക്കുന്ന ഞങ്ങളുടെ കർത്താവേ, പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന അവിടുത്തെ മക്കളുടെ മേൽ അവിടുത്തെ കൃപയും അനുഗ്രഹവും പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ രക്ഷയും സഹായവുമായിരുന്ന ദൈവം വരും കാലങ്ങളിലും കർത്താവെ അവരോട് കൂടെ ഇരുന്ന് അനുഗ്രഹിക്കുകയും അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതും ധന്യവുമായി തീരുവാൻ അങ്ങ് സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബിൽഡിംഗ് പ്രോജക്റ്റിനെ ദൈവത്തിന്റെ കരത്തിലേക്ക് തരുന്നു. മനസ്സരിയണമേ കർത്താവെ, അങ്ങ് പ്രവർത്തിക്കണമേ എന്ന് ഏറ്റവും താഴ്മയായി അങ്ങയോട് അപേക്ഷിക്കുന്നു. സൺഡേ സ്കൂൾ യൂത്ത് ഫെലോഷിപ്പ്, വിമൻസ് ഫെലോഷിപ്പ്, ചർച്ച് കൊയർ, ചർച്ച് കമ്മിറ്റി, ബിൽഡിംഗ് കമ്മിറ്റി, കർത്താവെ നാനാവിധമായ രീതിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകരെയും ദൈവത്തിന്റെ കരത്തിലേക്ക് തരുന്നു. ആസ്വദിക്കണമേ. രോഗികളെ, കിടരോഗികളെ, പ്രയാസത്തിലിരിക്കുന്നവരെ, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ, മാനസികമായ വിഭ്രാന്തിയിലിരിക്കുന്നവരെ, ജീവിതത്തിലെ സംശയങ്ങളിലിരിക്കുന്നവരെ, ജീവിതം എങ്ങനെ നേടുവാൻ സാധിക്കുമെന്ന് ചിന്തിച്ച് പലതരത്തിലുള്ള വ്യാകുലങ്ങളിൽ ആയിരിക്കുന്നവരെ അങ്ങ് അനുഗ്രഹിക്കണമേ. അങ്ങ് പറയണമേ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്നെ എന്റെ ഉള്ളങ്കയിൽ വരച്ചിരിക്കുന്നു. ഞാൻ ജീവനുള്ള ദൈവമാണ്. കർത്താവേ, അവിടുത്തെ സാന്നിധ്യം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.
പ്രാർത്ഥിക്കാം. പ്രകാശമായ ദൈവമേ, അങ്ങയിൽ ഇരുള് ഒട്ടുമില്ലല്ലോ കർത്താവേ. ആ പ്രകാശത്തിൻ്റെ ബോധം ജ്ഞാനം അടിയനും ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൽ പ്രകാശമായും കർത്താവെ രുചി പകരുന്ന ഉപ്പായും ശോഭിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഒരിക്കലുള്ള ദൈവനാമത്തിൽ നിങ്ങളെല്ലാവരെയും ഈ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവജനം, ഉപ്പും വെളിച്ചവും, പീപ്പിൾ ഓഫ് ഗാഡ്, സാൾട്ട് ആൻഡ് ലൈറ്റ് എന്ന വിഷയത്തെ നിലനിർത്തിക്കൊണ്ട് വേദപുസ്തകത്തിൽ നിന്ന് ചില സത്യങ്ങൾ പങ്കുവയ്ക്കാനായി ഈ സമയം ശ്രമിക്കുന്നു. ഈ വചനത്തിലൂടെ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മത്തായി സുവിശേഷം 5-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിലാണ് നമ്മുടെ ഇന്നത്തെ പ്രധാന ചിന്ത കേന്ദ്രീകരിച്ചിരിക്കുന്നത്. 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. വീണ്ടും താഴോട്ട് 14-ാം വാക്യം വായിക്കുമ്പോൾ, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു. ആധ്യാത്മികത ആഴമായ രീതിയിൽ യേശുക്രിസ്തുവിനെ പിന്തുടരുന്നവരിൽ പ്രബലപ്പെടാനായി യേശു ഉപയോഗിച്ച പഠനക്രമമാണ് ഉപമാന ഉപദേശം. അടയാള സാദൃശ്യം ആയി പഠിപ്പിക്കുന്നത് യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കലിന്റെ പ്രത്യേകതയായിരുന്നു. പാരബോളിക് നറേഷൻ ആൻഡ് സിംബോളിക് എക്സ്പ്രഷൻ ഓഫ് സ്പിരിച്വാലിറ്റി. അടയാളങ്ങളും യേശുക്രിസ്തുവിന്റെ പഠനത്തിൽ സാദൃശ്യമായി ഉപയോഗിച്ചിരുന്നു. സമവീക്ഷണ സുവിശേഷത്തിൽ മത്തായി, മാർക്കോസ്, ലൂക്കോസ് പറയുന്നത് യേശു ഉപമകളോടുകൂടി പഠിപ്പിച്ചു എന്നാണ്. ഉപമയില്ലാതെ യേശു ഒന്നും അവരെ പഠിപ്പിക്കാനായി ശ്രമിച്ചില്ല. ഈ ഉപമകളെല്ലാം സാധാരണക്കാരന്റെ നിത്യജീവിതത്തിൽ ബന്ധപ്പെട്ടതും അവന്റെ സംസ്കാരത്തിന്റെ ഭാഗവുമായിരുന്നു. ഇതൊന്നും അവനിൽ നിന്ന് മാറ്റി നിർത്തി ചിന്തിക്കുവാനായി സാധിച്ചില്ല. എന്നാൽ ഈ പഠന രീതിയിലൂടെ ആഴത്തിൽ പുതുമയുള്ള അനുഭവങ്ങൾ യേശുക്രിസ്തു ജനജീവിതത്തിൽ പകർന്നു കൊടുക്കാനായി ശ്രമിച്ചു. പാരബോളെ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് പാരബിൾ എന്ന ഇംഗ്ലീഷ് പദം ഉടലെടുത്തത്. ഇബ്രായ ഭാഷയിൽ ഇതിനെ മാഷാൽ എന്ന് പറയും. നാനാവിധമായ അർത്ഥം അതിനുണ്ട്. പഴഞ്ചൊല്ല്, എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 18-ാം 2-ാം വാക്യം വായിക്കുമ്പോൾ, അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്ന് മക്കളുടെ പല്ല് പുളിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇസ്രായേലിൽ ഒരു പഴഞ്ചൊല്ലാണ്. ഇങ്ങനെ ഈ മാഷാൽ എന്ന് പറയുന്ന ഈ വാക്കിന് സദൃശവാക്യമെന്നും സുഭാഷിതമെന്നും പരിഹാസവാക്യമെന്നും ഒക്കെ അവര് ചിന്തിച്ചിരുന്നു. ശലോമൻ രാജാവ് തന്നെ ഏകദേശം 3000 മാഷാൽ സദൃശവാക്യം രചിച്ചു എന്നാണ് ചരിത്രം വ്യക്തമാക്കുന്നത്. ഇത്തരത്തിലുള്ള ഉപമാന പ്രയോഗങ്ങളുടെ അർത്ഥം ഗ്രഹിക്കാൻ
ഇത് യേശുക്രിസ്തു പറഞ്ഞ കാലത്തുള്ള പാരമ്പര്യം, അന്നത്തെ സംസ്കാരം, പഴയ നിയമത്തിൽ അന്നുണ്ടായിരുന്ന ധാരണകൾ, റബിമാരുടെ പഠിപ്പിക്കൽ, പ്രാദേശികമായ പഴഞ്ചൊല്ലുകൾ, യസീൻ സമൂഹത്തിന്റെ ചിന്താഗതികൾ, അതായത് ചാവുകടലിനടുത്ത് പ്രത്യേകിച്ച് വാസമുറപ്പിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു യസീൻ സമൂഹം. അവിടെ വാടി കുമ്രാൻ എന്ന് പറയുന്ന സ്ഥലത്ത് കണ്ടുകിട്ടിയ രേഖകൾ, അവരിൽ നിന്നുള്ള അറിവുകൾ, ചരിത്രം, കടങ്കഥകൾ എന്നിവ മനസ്സിലാക്കിയാൽ മാത്രമേ യേശു പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാനായി സാധിക്കുകയുള്ളൂ. എന്നാൽ ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം, യേശു സംബോധന ചെയ്ത സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ കാര്യങ്ങളെല്ലാം ജനത്തിന്റെ ഉള്ളിലുണ്ടായിരുന്നു, അവരെ സാഹചര്യമായിരുന്നു, അവരെ ചുറ്റുപാടുകൾ ആയിരുന്നു. നാം വീണ്ടും ഈ പഴഞ്ചൊല്ലുകളെ കുറിച്ച് പഠിക്കുമ്പോൾ ചില ഉപമകൾക്ക് പോസിറ്റീവായും നെഗറ്റീവായും അർത്ഥമുണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നു. എല്ലാ സംസ്കാരങ്ങളിലും അങ്ങനെയുള്ള പദങ്ങളുണ്ട്. മലയാളത്തിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, അറുത്ത കൈക്ക് ഉപ്പ് വയ്ക്കാത്തവൻ. അത് പിശുക്കന്മാരെ അല്ലെങ്കിൽ കരുണയില്ലാത്ത ആളുകളെ സൂചിപ്പിക്കുന്ന പദപ്രയോഗമാണ്. മിന്നുന്നതെല്ലാം പൊന്നല്ല. ഇതുപോലെ ഇസ്രായേലിന്റെ ചരിത്രത്തിലും അവരെ ജീവിതത്തിലും അവരെ കൾച്ചറിലും ഇങ്ങനെയുള്ള പഴഞ്ചൊല്ലുകൾ ഉണ്ടായിരുന്നു. ഇതിലൂടെ ജനത്തിന് ഫെമിലിയറായ വസ്തുതകളിലൂടെ, അനുഭവങ്ങളിലൂടെ, കഥകളിലൂടെ, രൂപകങ്ങളിലൂടെ, ഉപമയിലൂടെ യേശുക്രിസ്തു ജനത്തെ പഠിപ്പിക്കുവാനായി ശ്രമിച്ചു. അത് അവരുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാറിപ്പോവുകയില്ല. അത് അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് നമ്മൾ സാഹചര്യം മനസ്സിലാക്കിയിരിക്കണം. സാഹചര്യം മനസ്സിലാക്കിയില്ലെങ്കിൽ അർത്ഥത്തിന് വളരെയധികം വ്യത്യാസം വരും. ഒരിക്കലും ഒരു ഉപദേശി പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മത്തായി സുവിശേഷം 19:24 ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് എളുപ്പം. അതിന്റെ ചരിത്രം പഠിച്ചപ്പോ സാമ്പത്തികത ഉള്ള ആളുകൾക്കെല്ലാം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി. കാരണം വേദോത്സവ ചരിത്രം പഠിക്കുമ്പോൾ അബ്രഹാമും യോബും യാക്കോബും ഒക്കെ നല്ല ധനവാന്മാരായിരുന്നു. അതുകൊണ്ട് ധനവാന്മാരായതുകൊണ്ട് സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്നുള്ളതല്ല, അവന്റെ ധനം എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിനനുസരിച്ചായിരിക്കും അവന് ദൈവരാജ്യത്തിൽ കടക്കാൻ കഴിയുന്നത്. പക്ഷെ ഇത് സംബന്ധിച്ചിടത്തോളം ഒട്ടകവും സൂചിക്കുഴയും എന്നുള്ള ഒരു ചിന്തയല്ല. ജെറുസലേം ദേവാലയത്തിനകത്ത് ആട്ടുവാതിൽ, മീൻവാതിൽ, കുപ്പവാതിൽ, അതുപോലെ ഉറവവാതിൽ എന്ന് പറഞ്ഞ് വാതിലുകൾ ഉണ്ടായിരുന്നു. ആ ഒരു വാതിൽ ഒന്ന് ഞെരുക്കമുള്ള വാതിലായിരുന്നു. അതിന് അന്നത്തെ പാരമ്പര്യം അനുസരിച്ച് പറഞ്ഞിരുന്നത് സൂചിക്കുഴ വാതിൽ എന്നാണ്. അതായത് ആടിനെ കൊണ്ടുപോകുന്നിടത്ത് കൂടെ ഒട്ടകത്തെ കൊണ്ടുപോകുമ്പോൾ ബുദ്ധിമുട്ടാണ്. പക്ഷെ പ്രസംഗിമാര് സാഹചര്യമൊന്നും അറിയാതെ അങ്ങ് തട്ടിവിടുകയാണ്. എന്നാൽ അതിന്റെ ചരിത്രം, അതിന്റെ രീതി, അതിന്റെ പൊരുൾ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് നമ്മൾ ചുറ്റുപാടുകളും അന്ന് പറഞ്ഞ സാഹചര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഉൾക്കൊണ്ടാൽ മാത്രമേ യേശു പഠിപ്പിച്ചതിന്റെ ആ സാരാംശം, അതിന്റെ ലക്ഷ്യം നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുകയുള്ളൂ. നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാകുന്നു. എല്ലാ 3 സുവിശേഷകരും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ലൂക്കോസ് 14-ലും മർക്കോസ് 9-ലും മത്തായി ഇന്ന് വായിച്ചു കേട്ട 5-ാം അധ്യായത്തിലും പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കാനായി പോകുന്നില്ല. ജനത്തിന് വളരെ പരിചയമുള്ള ഒരു വസ്തുവാണ് ഉപ്പ്. യേശുക്രിസ്തു മലയിലെ പ്രസംഗത്തിൽ, മത്തായി സുവിശേഷത്തിൽ ബിയാറ്റിറ്റ്യൂഡ്, ഭാഗ്യവചനങ്ങൾ കഴിഞ്ഞതിന് ശേഷം അടുത്ത് പറഞ്ഞ സിംബോളിക് എക്സ്പ്രഷൻ, അതായത് രൂപകാത്മകമായ സാദൃശ്യമായ ഉപദേശമാണ് ഈ ഉപ്പിന്റെയും വെളിച്ചത്തിന്റെയും ഉപമ എന്നുള്ളത്. ഉപ്പെന്ന് പറയുന്നത് സമുദ്രത്തിന്റെയും സൂര്യന്റെയും മിശ്രിതമാണ്. ഇത് രണ്ടും കൂടെ ചേർന്നാലേ ഉപ്പ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ മനുഷ്യൻ എന്ന് പറയുന്നത്, മനുഷ്യൻ സ്വർഗത്തിന്റെയും ഭൂമിയിലെ പൂഴിയുടെയും മിശ്രമാണ്. സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവും പൂഴിയിലെ മണ്ണും പൂഴിയും ചേർന്നുണ്ടായ മിശ്രിതമാണ്. അപ്പോൾ ഈ മിശ്രിതത്തെ അല്ലെങ്കിൽ ഈ മനുഷ്യനെ ഉപ്പിന്റെ സ്വഭാവം ഉണ്ടായിരിക്കണമെന്ന് പഠിപ്പിക്കാനായി യേശു ശ്രമിക്കുന്നു. അമേരിക്കൻ നോവലിസ്റ്റ് നഥാനിയേൽ ഹാത്തോർ പറയുന്നത്, ഉപ്പ് വെണ്മയും ശുദ്ധവുമാണ്, അത് പരിശുദ്ധിയുടെ പ്രതീകമാണ്, അതിന്റെ കാരം, അതിന്റെ സ്വഭാവം നഷ്ടപ്പെടുത്തരുത്. അതുകൊണ്ട് ആ സ്വഭാവം
മനുഷ്യനിൽ നിന്ന് മാറിപ്പോകരുത്. വിശുദ്ധിയുടെ സ്വഭാവം, ദൈവത്തിന്റെ സ്വഭാവം മനുഷ്യനിൽ നിന്ന് മാറിപ്പോകരുതെന്നാണ് അദ്ദേഹം ഈ വചനത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഉപ്പിനെ കുറിച്ച് നിരൂപണം നടത്തുമ്പോൾ നമുക്കറിയാൻ സാധിക്കുന്ന എബ്രായർക്ക് വറ്റിപ്പോകാത്ത ഉപ്പുറവകൾ ഉണ്ടായിരുന്നു. ചാവുകടൽ അതിന് ഒരു ഉദാഹരണമാണ്. ആവർത്തന പുസ്തകം 3:17 അത് പറഞ്ഞിട്ടുണ്ട്. ഉപ്പ് മലകൾ ഉണ്ടായിരുന്നു, ഉപ്പ് പാറകൾ ഉണ്ടായിരുന്നു. സോദോം മലകൾ ഉപ്പ് നിറഞ്ഞ മേഖലയാണ്. അത് മാത്രമല്ല, സോദോമിനെ കുറിച്ച് പറയുന്ന സമയത്ത് ലോത്തിന്റെ ഭാര്യ ഉപ്പുത്തൂണായി അവിടെ നിൽക്കുന്നതായി നമുക്ക് പാരമ്പര്യത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് ഉപ്പ് എന്ന് പറയുന്നത് അവർക്ക് വളരെ ജീവിത ബന്ധിയായ, ജീവിതത്തിൽ അവർക്ക് ഏറ്റവും അനുഭവപ്പെട്ട, അറിയപ്പെടുന്ന ഒരു ഉദാഹരണമാണ്. അത് ഉപയോഗിച്ച് യേശുക്രിസ്തു അവരെ പഠിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. ഉപ്പ് ഭക്ഷണത്തിൽ രുചിക്ക് മാത്രമല്ല. യോബിന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ആ രുചിയെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഇതിന്റെ രുചിക്ക് വേണ്ടി മാത്രമല്ല, നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ അവരെ യാഗങ്ങളിലും, ആര്യന്മാരുടെ യാഗത്തിൽ ഉപ്പ് ഉപയോഗിച്ചിരുന്നു. അപ്പൊ യാഗങ്ങളിൽ ഉപയോഗിച്ചിരുന്നു. ലേവ്യ പുസ്തകം 8-ാം അധ്യായം 13-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഭോജനയാഗങ്ങളിൽ അത് ഉപയോഗിച്ചിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. മാത്രമല്ല, കുഞ്ഞ് ജനിച്ച ഉടനെ ആ കുഞ്ഞിന്റെ ശരീരത്തിൽ ഉപ്പ് തേച്ച് ശുദ്ധീകരിക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. പ്യൂരിഫിക്കേഷൻ, ടേസ്റ്റ് പ്യൂരിഫിക്കേഷന് വേണ്ടി എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 16:4 വായിക്കുമ്പോൾ നാം അത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മാത്രമല്ല, അന്ന് ആ കാലഘട്ടങ്ങളിൽ കേടായ പല്ലിന് ഉപ്പിലിട്ട മുന്തിരി ലേപനം ശമനം വരുത്തും എന്ന് അവര് ചിന്തിച്ചിരുന്നു. സാധനങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിലേക്ക് വേണ്ടി ഉപ്പ് ഉപയോഗിച്ചിരുന്നു. പ്രിസർവേറ്റീവായി, അതുപോലെ പ്യൂരിറ്റിയുടെ സിമ്പലായി ഉപയോഗിച്ചിരുന്നു. ഉപ്പ് ഉറപ്പിന്റെയും വിശ്വസ്തതയുടെയും പ്രതീകമാണെന്നാണ് വേദപുസ്തക ചരിത്രം പഠിക്കുമ്പോൾ ഗ്രഹിക്കാനായിട്ട് സാധിക്കുന്നത്. മാത്രമല്ല, യേശുവിന്റെ ഈ ആലങ്കാരിക പ്രയോഗം ദൈവവും ഇസ്രായേലും തമ്മിൽ നിലനിൽക്കുന്ന നിത്യ നിയമത്തെ കുറിക്കുന്ന ഒന്നാണ്. സാക്രിഫൈസ്, യാഗം, യാഗപരമായ അവസ്ഥയെ കുറിക്കുന്ന ഒന്നാണ്. ഉദാഹരണമായിട്ട് നമ്മൾ സംഖ്യാപുസ്തകം 18-ാം അധ്യായം 19-ാം വാക്യം വായിക്കും. ഇവിടെ എബ്രായരുടെ ലവണ നിയമം, കവനന്റ് ഓഫ് സാൾട്ട് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ അവരുടെ കവനന്റ് നിയമം, അതിൽ ആ കാലഘട്ടങ്ങളിൽ അത് സന്ധിക്കുന്നതിന് വേണ്ടി ഉപ്പ് ഉപയോഗിച്ചിരുന്നു. അപ്പൊ യാഗങ്ങളിൽ ഉപയോഗിച്ചിരുന്നു. അപ്പൊ അവരെ ആരാധനാ രീതിയുടെ ഭാഗങ്ങളിലും ഉപ്പ് വളരെ സജീവമായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. എബ്രായ പഴഞ്ചൊല്ല് തന്നെ ഇങ്ങനെയാണ്: ദ സാൾട്ട് ഓഫ് മണി ഈസ് ഇറ്റ്സ് അട്രാക്ഷൻ. ആകർഷകമാണ് പണത്തിന്റെ ഉപ്പ് എന്ന് പറയുന്നത്. അതുപോലെ റബിമാരുടെ ഗ്രന്ഥമായ തൽമൂദിൽ പറയുന്നു, സാൾട്ട് ഓഫ് ദ മണി ഈസ് ഇറ്റ്സ് സ്കേഴ്സിറ്റി. ദൗർലഭ്യമാണ് പണത്തിന്റെ ഉപ്പ് എന്നും രേഖപ്പെടുത്തുന്നു. അങ്ങനെ ഈ ഉപ്പിന്റെ മർമ്മം ശിഷ്യന്മാർക്ക് വളരെ മനസ്സിലാക്കത്തക്ക രീതിയിൽ ആയിരുന്നു. അതുകൊണ്ട് അവർക്ക് ഈ ആധ്യാത്മികതയെ കുറിച്ച് എളുപ്പമായിട്ട് മനസ്സിലാക്കുവാനും സാധിച്ചിരുന്നു. ഇതിൽ നമുക്ക് മനസ്സിലാക്കുന്നത്, അവർ യാഗമാകണം, അവർ കാരമാകണം, രുചി നൽകുന്ന ഒന്നായി തീരണം, അവർ അലിഞ്ഞു ചേരുന്നവരായി തീരണം. ഉപ്പിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. മാത്രമല്ല, നിയമത്തിന്റെ ഉടമ്പടിയുടെ ഭാഗമായി തീരണം. സൗഖ്യത്തിന് വേണ്ടി, മരുന്നിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. ലോകത്തിന്റെ സൗഖ്യദായകൻ ശുശ്രൂഷയിൽ അവർ പങ്കാളിയാകണം. മാത്രമല്ല, അവർക്ക് വേറിട്ട വിശുദ്ധി ഉണ്ടായിരിക്കണം. സമൂഹത്തിന്റെ വ്യവസ്ഥയ്ക്ക് കേടുകൂടാതെ പ്രിസർവേറ്റീവായി സൂക്ഷിക്കുന്നതിൽ അവർ ബദ്ധശ്രദ്ധരായിരിക്കണം. കൊളോസ്യ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യം കൂടെ വായിക്കുമ്പോൾ, നിങ്ങളുടെ വാക്ക് ഉപ്പിനാൽ രുചി വരുത്തിയതും കൃപയോട് കൂടിയതുമായിരിക്കട്ടെ എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കവനന്റ് റിലേഷൻഷിപ്പ്, സാക്രിഫിഷ്യൽ റിലേഷൻഷിപ്പ്, പ്രിസർവേറ്റീവ് റിലേഷൻഷിപ്പ്, പെപ്റ്റിസൈഡായി അണുനശീകരണം, അത് മാത്രമല്ല മൈനറായി വളമായിട്ട് ഉപയോഗിച്ചിരുന്നു. അതുപോലെ പ്യൂരിഫിക്കേഷന് വേണ്ടി, അത് ശുദ്ധീകരണത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. നേരത്തെ പറഞ്ഞാലും മെഡിസിനലായി ഉപയോഗിച്ചിരുന്നു. ആത്യന്തികമായി രുചികരമായി, ആഹാരം രുചികരമായിരിക്കാൻ ഉപയോഗിച്ചിരുന്നു. അപ്പം നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകണമെന്ന് പറഞ്ഞാൽ ശിഷ്യന്മാർക്ക് ഇത് പെട്ടെന്ന് പിടികിട്ടും, നമുക്കും പിടികിട്ടും. നമ്മൾ രുചികരമായിരിക്കണം എന്നുള്ള, ശുദ്ധിയായിരിക്കണം, നമ്മൾ വേറിട്ടവരായിരിക്കണം. എന്നാൽ ഇതെല്ലാം ഉപ്പിന്റെ സ്വഭാവത്തോടു കൂടിയ ആ ഒരു അനുഭവം നമുക്കുണ്ടായിരിക്കണം എന്നുള്ള ഒരു ചിന്തയാണ് നമ്മൾ ഈ ഭാഗം ഉപ്പിനെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് തുടർന്ന് പറയുമ്പോൾ അതിൽ തന്നെ
ഉള്ള വിശാലമായ അർത്ഥമുണ്ട്. യേശു തന്നെ പറഞ്ഞു, മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല, വിളക്ക് കത്തിച്ച് പറയും കീഴിലുള്ള തണ്ടിന്മേലെത്രയെ വയ്ക്കുന്ന, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവിടെ മേൽ പ്രകാശിക്കട്ടെ. അവിടെ തന്നെ പറയും നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ. അതാണ് യേശുക്രിസ്തു അവിടെ ഉദ്ദേശിച്ച ഈ പ്രകാശം എന്നുള്ളത്. പ്രകാശത്തെക്കുറിച്ച് ചില ചിന്തകൾ പങ്കുവെക്കാനായി ഞാൻ ശ്രമിക്കുകയാണ്. വെളിച്ചത്തിന് ഇംഗ്ലീഷിൽ ലൈറ്റ് എന്ന് പറയുന്നു. അതിന്റെ എബ്രായ ഭാഷയിൽ പറയുന്നത് ഓർ എന്നാണ്. ഗ്രീക്കിൽ അതിനെക്കുറിച്ച് പറയുന്നത് ഫോസ് എന്നും പറയുന്നു. ഓർ എന്നാൽ ദിവസം ആരംഭിക്കുന്ന വെളിച്ചം. പുലർച്ച 2 ശമൂവേൽ 2:32. നയനങ്ങളെ പ്രകാശിപ്പിക്കുന്ന അവസ്ഥ, ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ എന്ന് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ സങ്കീർത്തനം 13:3, 1 ശമൂവേൽ 14:27 ഇങ്ങനെയുള്ള ധാരാളം വാക്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ണിനെ പ്രകാശിപ്പിക്കുന്ന വെളിച്ചം. സങ്കീർത്തനക്കാരൻ തന്നെ പറയുന്നു, മരണനിദ്ര പ്രാപിക്കാതെ വണ്ണം ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ പ്രകാശം എന്ന് പറയുമ്പോൾ വളരെ ആഴമായ അർത്ഥം അതിനുണ്ട്, അർത്ഥ തലങ്ങൾ ഉണ്ട്. ഫോസ് എന്ന പദത്തിന്റെ വെർബ് ഫെറ്റിഡേസെ എന്നാണ്. 11 പ്രാവശ്യം പുതിയ നിയമത്തിൽ ഉപയോഗിക്കുന്നു. രക്ഷയുടെയും നന്മയുടെയും പ്രതീകമാണ് ഈ പദം. ഞാൻ വെളിച്ചത്തെക്കുറിച്ച് പറയുകയാണ്, വെറും പ്രകാശമല്ല, രക്ഷയുടെയും നന്മയുടെയും പ്രതീകമാണ് ഈ പദം. ബൈബിൾ വായിക്കുന്നു, ഇരുട്ടിൽ ഇരിക്കുന്ന ജനം വലിയൊരു പ്രകാശം കണ്ടു, മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു എന്ന് യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുന്നു. വീണ്ടും പ്രകാശം എന്ന് പറയുന്നത് ജ്ഞാനമാണ്, സ്വർഗീയ പ്രകാശം, ജ്ഞാനം, ബോധം, ഇതിന്റെ പ്രതീകമാണ് ഈ പ്രകാശം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ 5 അധ്യായം 8 വാക്യം, ദൈവം അന്ധകാരത്തിന്റെയും പ്രകാശത്തിന്റെയും ദൈവമാണ് എന്ന് പറയുമ്പോൾ ദൈവം അനീതി പ്രോത്സാഹിപ്പിക്കുന്ന ദൈവമല്ല. പ്രപഞ്ചത്തിന്റെ നിയമം നിലനിൽക്കുന്നത് ഇരുട്ട്, പകൽ, രാത്രി, ഈ നിയമങ്ങൾ കൊണ്ടാണ്. അപ്പൊ ആ പ്രപഞ്ചത്തിന്റെ നിയമത്തെ കൂടെ കൂട്ടിച്ചേർത്തൂടെ പ്രവാചകൻ പറയുന്നു. യേശുക്രിസ്തു പറഞ്ഞിട്ടുള്ള ഉപമകളും വേദപുസ്തകത്തിലെ വാക്യങ്ങളും സാഹചര്യങ്ങളും ചുറ്റുപാടുകളും അനുസരിച്ച് മാത്രമേ നമുക്ക് വ്യാഖ്യാനിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ രാത്രിയും പകലും തമ്മിലുള്ള ബന്ധം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31 അധ്യായം 35 36 വരെ, 19 സങ്കീർത്തനത്തിൽ നമുക്ക് സൂര്യൻ ഈ പകലിനെയും രാത്രിയെയും കുറിച്ചുള്ള ബന്ധത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയെക്കുറിച്ചാണ് വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കുന്നു. ഒന്ന് ചിന്തിക്കാൻ സാധിക്കുമോ? സൂര്യനില്ലാത്ത അവസ്ഥ, പ്രകാശമില്ലാത്ത അവസ്ഥ. പ്രകാശവും സൂര്യനും ഇല്ല എങ്കിൽ ജീവനില്ല. അപ്പൊ യേശു പറഞ്ഞതിൽ വളരെ ആഴമായ അർത്ഥമുണ്ട്. നിങ്ങൾ ഭൂലോകത്തിന്റെ പ്രകാശമാകുന്നു, നിങ്ങൾ പ്രകാശമാകുന്നു എന്ന് പറഞ്ഞതിൽ അതിന് വളരെയധികം അർത്ഥമുണ്ട്. ദൈവം പ്രകാശം പ്രസരിപ്പിക്കുമ്പോൾ അന്ധകാരം ഇല്ലാതാകുന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42 അധ്യായം 16 വാക്യത്തിൽ പറയുന്നു. സൃഷ്ടിക്കഥ തന്നെ അന്ധകാരത്തിന്റെ ആ ക്രമരാഹിത്യത്തെ മാറ്റിയിട്ട് പ്രകാശത്തിന്റെ ക്രിയേറ്റിവിറ്റി ദൈവം അവിടെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു. അപ്പൊ ഈ പ്രകാശത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നാനാവിധമായ അർത്ഥം, നിയമം, സൽപ്രവൃത്തി, ക്രിയാത്മകത, ദിശാബോധം, രക്ഷ, നന്മ, സത്യം, സ്നേഹം, ജീവൻ. പ്രകാശത്തിന്റെ മറ്റൊരു പര്യായപദമായിട്ട് വേണമെങ്കിൽ നമുക്ക് ജീവനെ ചിന്തിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1 അധ്യായം വായിക്കുമ്പോൾ അത് നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നു. 1 യോഹന്നാൻ 1:5-7 വാക്യങ്ങൾ ഇങ്ങനെയാണ്, ദൈവം വെളിച്ചമാണ്, അവനിൽ ഇരുട്ടൊട്ടുമില്ല. അത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാമും വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അപ്പൊ വെളിച്ചം എന്ന് പറയുന്നത് പ്രകാശത്തിന്റെ കൂട്ടായ്മയുടെ പ്രതീകമാണ് എന്ന് നാം ഗ്രഹിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 9:5 വാക്യത്തിൽ, ഞാൻ ലോകത്തിൽ ഇരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അപ്പൊ പിതാവ് വെളിച്ചമാണ്, പുത്രൻ വെളിച്ചമാണ്, ഇന്ന് നമ്മൾ കേട്ടനുസരിച്ച് ശിഷ്യന്മാർ വെളിച്ചമാണ്. ഇതെല്ലാം വെളിച്ചത്തിന്റെ ഭാഗങ്ങളാണ്. യോഹന്നാൻ 8:12 പറയുന്നു, നമുക്ക് വളരെ പരിചയമുള്ളതാണ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് അവിടെ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നു. ഈ ചിന്താഗതികൾ, പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ വെളിച്ചത്തെക്കുറിച്ച് പറയുമ്പോൾ സ്റ്റോയിക് ചിന്താഗതികളും ഹെലനിസ്റ്റിക് വ്യൂവും വളരെയധികം സ്വാധീനം ചെലുത്തിയിരുന്നു.
അപ്പോൾ അവിടെ വെളിച്ചത്തെക്കുറിച്ചും പ്രകാശത്തെക്കുറിച്ചും ജ്ഞാനത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ അതല്ല യഥാർത്ഥമായിട്ട് ജ്ഞാനവും പ്രകാശവും ഇതാണ്, യേശുവാണ്, യേശുവിലാണ്, ദൈവത്തിലാണെന്ന് പറയാനായിട്ട് പഠിപ്പിക്കാനായിട്ട് യോഹന്നാൻ ശ്രമിച്ചിരിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 1:4 അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, ജീവനും വെളിച്ചവും വെളിച്ചത്തിന്റെ ഹേതുവാണ് ജീവൻ എന്ന് അവിടെ സയന്റിഫിക് ആയിട്ട് സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. 14 വായിക്കുമ്പോൾ ഞങ്ങൾ അവന്റെ തേജസ് ഏകജാതനാവന്റെ തേജസ്സായി കണ്ടു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെ കുമ്രാൻ രേഖകളിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചാവുകടലിൽ നിന്ന് കണ്ടെടുത്ത ആ രേഖകളിലും അവരെ ആ ചിന്താഗതിയിൽ തന്നെ പ്രകാശവും അന്ധകാരവും തമ്മിൽ പോരാടുന്ന അതിനെക്കുറിച്ചുള്ള ഒരു പരാമർശം അതിനകത്തുണ്ട്. അപ്പൊ യേശുക്രിസ്തുവിന്റെ ജനനം എന്ന് പറയുന്നത് തന്നെ ഈ അന്ധകാരത്തിൽ നിന്നുള്ള പോരാട്ടമാണ്. ആ ഈ പോരാട്ടത്തിൽ ജനത്തെ രക്ഷിക്കുവാനായി ഉദയം ചെയ്തതാണ് യേശുക്രിസ്തു എന്ന് സംശയമില്ലാതെ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 9:5 രേഖപ്പെടുത്തുന്ന അനുസരിച്ചിട്ട് പ്രകാശത്തിന്റെ ഉദയം തന്നെയാണ് ക്രിസ്തു. കൊലോസ്യ ലേഖനം 1:13 നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടുകൂടി സ്തോത്രം ചെയ്യുന്നവരാകണം. ഇരുട്ടിന്റെ അന്ധകാരം നമ്മെ വിടുവിക്കാനായി പ്രകാശമായി ക്രിസ്തു ലോകത്തിലേക്ക് വന്നു. യാക്കോബിന്റെ ലേഖനം 1:17 എല്ലാ നല്ല ദാനങ്ങളും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, പിതാവ് ദൈവം, പുത്രൻ ദൈവം, പുത്രൻ വെളിച്ചം, പുത്രന്റെ പാതയിൽ പോകുന്ന നാം വെളിച്ചം, നമ്മൾ വെളിച്ചത്തിന്റെ മക്കളാണ് എന്നുള്ള ശരിയായ വ്യാഖ്യാനം ഈ ഭാഗങ്ങളിൽ നിന്ന് ഗ്രഹിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നു. ഞാൻ യാക്കോബിന്റെ 1:17 എല്ലാ നല്ലദാനങ്ങളും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. 1 പത്രോസ് 2:9 നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം, ഇരുട്ടിൽ നിന്ന് അന്ധകാരത്തിൽ നിന്ന് അത്ഭുതത്തിലേക്ക് വിളിച്ച ആ ദൈവത്തിന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്ക വംശമായി രാജകീയ പുരോഹിത വർഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നുവെന്ന് ആ ഭാഗത്ത് രേഖപ്പെടുത്തുന്നു. മാത്രമല്ല, ദൈവം പ്രകാശമാണ്, ശിഷ്യന്മാർ പ്രകാശമാണ്, ദൈവജനം പ്രകാശമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60:1-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതിയെയും മൂടുന്നു, നിന്റെ മേൽ യഹോവ ഉദിക്കും, അവന്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും. ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും. ഇസ്രായേലിനെ പ്രകാശിപ്പിക്കുന്നു ദൈവം, ദൈവജനത്തെ പ്രകാശിപ്പിക്കുന്നു. അത് പ്രകാശിക്കുന്നത് ദൈവത്തിന്റെ ആ പ്രകാശത്തിലൂടെയാണെന്ന് നാം ഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49:6 ഞാൻ നിന്നെ ജാതികൾക്ക് പ്രകാശമാക്കി വെച്ചിരിക്കുന്നു. ഇസ്രായേലിനെ കുറിച്ച് പറയുകയാണ്. എഫേസ്യ ലേഖനം 5:8 മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചം ആകുന്നു. കർത്താവിന്റെ ഇഷ്ടം എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചമുള്ളവരായി നടന്നുകൊള്ളുവിനെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. മുമ്പേ നാം ഇരുളായിരുന്നു, ഇപ്പോൾ വെളിച്ചമായിരിക്കുന്നു. അതുകൊണ്ട് കർത്താവിന്റെ പ്രവൃത്തികളെ, കർത്താവിന്റെ ഇഷ്ടം എങ്ങനെയെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിൽ ഉള്ളവരായി നടന്നുകൊള്ളുവിനെന്ന് രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ സങ്കീർത്തനെ തന്നെ 27:1 യഹോവന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവന്റെ ജീവന്റെ വില ഞാൻ ആരെ പേടിക്കും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അബ്ശലോമിൽ നിന്നുള്ള ഭീഷണി പിതാവായ ദാവീദിനുണ്ടായപ്പോൾ അദ്ദേഹം രചിച്ച ഒരു സങ്കീർത്തനമാണ്, ദൈവം എന്റെ ബലമാണ്, എന്റെ പ്രകാശമാണ് എന്ന് അവിടെ രേഖപ്പെടുത്തുന്നു. അപ്പോ വ്യക്തികൾ പ്രകാശിക്കുന്നു, ദൈവം പ്രകാശിക്കുന്നു, ദൈവത്തിലുള്ള ജാതികൾ പ്രകാശിക്കുന്നു, ദൈവത്തിന്റെ വചനം പ്രകാശമാണ്. സങ്കീർത്തനം 119:105 Your word is lamp to my feet and light to my path. നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു.
ഇങ്ങനെ നമ്മൾ ലഭ്യമായ അറിവുകളെല്ലാം വെച്ചാൽ ഈ പ്രകാശത്തിനെ കുറിച്ചുള്ള ധാരാളം കാര്യങ്ങൾ നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദാവീദിനെ പ്രകാശമായിട്ട് പറയുന്നു. ദാവീദ് ഇസ്രായേലിന്റെ ദീപമാണെന്ന് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 2 ശമൂവേൽ 21:17. മാത്രമല്ല ദാവീദിന്റെ മകൻ ദീപമാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. 1 രാജാക്കന്മാർ 11:36. അപ്പോൾ ദൈവം പ്രകാശമാണ്. മാത്രമല്ല ഈ പ്രകാശം ഇസ്രായേൽ ജനത്തെ നടത്തിയ പ്രകാശം പുറപ്പാട് ദിവസം 11:21 അവരെ അഗ്നിസ്തംഭത്താൽ ഇസ്രായേൽ ജനത്തെ നടത്തിയെന്ന് നമ്മൾ വചനത്തിൽ നിന്ന് വായിക്കുന്നു. ദേവാലയത്തിൽ നിരന്തരമായി കത്തിക്കൊണ്ടിരിക്കുന്ന പ്രകാശം, ലേവ്യ പുസ്തകം 24-ാം 2-ാം വാക്യം, ദേവാലയത്തിൽ കത്തി നിൽക്കുന്ന വെളിച്ചം ദൈവം പ്രകാശമാണെന്നതിന്റെ സൂചനയാണ്, അതിന്റെ സിമ്പലാണ് ഈ ആലയത്തിൽ കത്തുന്ന പ്രകാശത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഗ്രഹിക്കുവാനായിട്ട് സാധിക്കുന്നത്. ബെനഡിക്സ് 16 മാർപ്പാപ്പ ഭൂമിയുടെ ഉപ്പ് എന്ന തന്റെ പുസ്തകത്തിൽ ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ പ്രകാശവും എന്ന ശീർഷകത്തെ കുറിച്ച് വളരെ വ്യക്തമായി പഠിപ്പിക്കാനായി ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ സഭയാണ് ഭൂമിയുടെ ഉപ്പും സഭയാണ് പ്രകാശവുമെന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോ ക്രിസ്തുവിനെ അനുകരിക്കുന്ന ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം, സഭയെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും പ്രകാശത്തിന്റെ വക്താക്കളാണ് എന്ന് നാം ഓർത്തിരിക്കുക. ഫിലിപ്പിയർലേഖനം 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ അവരുടെ ഇടയിൽ നിങ്ങൾ വചനം പ്രമാണിച്ചുകൊണ്ട് ജ്യോതിഷുകളെ പോലെ പ്രകാശിക്കണം എന്നും രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് നമുക്ക് പ്രകാശിക്കാൻ കഴിയുന്നത്? ആത്യന്തികമായി നമുക്കൊരു ഉദാഹരണം പറയാം. സൂര്യൻ തനിയെ പ്രകാശിക്കുന്ന ഒരു ഗോളമാണ്. ചന്ദ്രന് തനിയെ പ്രകാശിക്കുവാൻ സാധിക്കുന്നില്ല. എന്നാൽ സൂര്യന്റെ പ്രകാശം ചന്ദ്രനിൽ തട്ടി അത് ചന്ദ്രനിലോട്ട് പതിക്കുമ്പോൾ ചന്ദ്രനും പ്രകാശമയമായി തീരുന്നു. അതുപോലെയാണ് ദൈവം പ്രകാശമാണ്, യേശു പ്രകാശമാണ്. യേശുവിന്റെ ദൈവത്തിന്റെ പ്രകാശം നമ്മിലേക്ക് പതിക്കുമ്പോൾ, സഭയിലേക്ക് പതിക്കുമ്പോൾ, നേരത്തെ പറഞ്ഞ പോലെ ദാവീദിലേക്ക് പതിച്ചപ്പോ, ഇസ്രായേൽ ജനത്തിലേക്ക് പതിച്ചപ്പോ, ദൈവജനത്തിലേക്ക് പതിച്ചപ്പോ, ശിഷ്യന്മാരിലേക്ക് പതിച്ചപ്പോ അവരും പ്രകാശമുള്ളവരായി തീർന്നു. നമുക്ക് സ്വയമായിട്ട് പ്രകാശിക്കുവാൻ സാധിക്കുന്ന ഒന്നല്ല. നാം പ്രകാശമാണെന്ന് പറഞ്ഞ് സ്വന്തമായിട്ട് പ്രകാശിക്കുവാൻ സാധിക്കും. നമ്മുടെ പ്രകാശം ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അപ്പോൾ വെളിച്ചത്തെക്കുറിച്ചും പിന്നെ ഉപ്പിനെ കുറിച്ചും ഉള്ള ഒരു ധാരണ ഒരു നാനാവിധമായ നാനാ അർത്ഥത്തിൽ നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിച്ചു. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം. ഗോഡ് ഈസ് ദ സോഴ്സ് ഓഫ് ലൈഫ്. God is a source of light. Light is life. And God's statutes are light. People of God are light. King David was light. The people, those who called out, are light. Jesus is the light of the world. His disciples are light. And church is light. ഇതെല്ലാം നമ്മൾ ചിന്തിക്കുമ്പോൾ സഭ പ്രകാശമാണ്, ശിഷ്യന്മാർ പ്രകാശമാണ്, വിളിച്ച് വേർതിരിക്കപ്പെട്ടവർ പ്രകാശമാണ്, ഇസ്രായേൽ ജനം പ്രകാശമാണ്. അങ്ങനെയാണ് ചിന്തിക്കുമ്പോൾ ഈ ലൈറ്റ് നമ്മൾ പ്രകാശിക്കണം. ദൈവത്തിന്റെ പ്രകാശം നമ്മൾ പ്രകാശിക്കണം. ഇതൊരു പ്രകാശം മാത്രമല്ല, ദൈവത്തിന്റെ പ്രവൃത്തികൾ നമ്മിൽ രൂപപ്പെടണം. അത് പ്രപഞ്ചത്തിലേക്ക് മറ്റുള്ളവരിലേക്ക് ചെല്ലണം. ദൈവത്തിന്റെ പ്രവൃത്തികളായിട്ട് ജനം അറിയണം. ദൈവം നമ്മിൽ ശോഭിക്കുന്നു എന്ന് ജനം മനസ്സിലാക്കണം. നമ്മെ കാണുന്നവർ നമ്മിലൂടെ ക്രിസ്തുവിനെ കാണണം. അതുകൊണ്ട് തന്നെ ഐസീൻ ഗ്രേഡിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൽ നിന്ന് ദൈവം, പ്രകാശത്തിൽ നിന്ന് പ്രകാശം, സത്യദൈവത്തിൽ നിന്ന് സത്യദൈവം. ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ പ്രകാശത്തിൽ നിന്ന് പ്രകാശമാണ്. അപ്പൊ ബിയാറ്റിറ്റ്യൂഡ്, മലയിലെ പ്രസംഗം കഴിഞ്ഞ ഉടനെ തന്നെ അതിന്റെ വ്യാഖ്യാനമായി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഉടനെ ശിഷ്യന്മാർക്ക് പറയുകയാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെ ചവിട്ടിക്കളയാനല്ലാതെ മറ്റൊന്നിനും കഴിയയില്ല. എന്നിട്ട് യേശു പറയുന്നു, നിങ്ങൾ ഭൂമിയുടെ പ്രകാശമാണ്. വിളക്ക് കത്തിച്ച് പറയും കീഴല്ല തണ്ടിന്മേലെത്തരയെ വെക്കേണ്ടത്. അത് തണ്ടിന്മേൽ വെച്ചാൽ എല്ലാവർക്കും പ്രകാശമുണ്ടായിത്തീരും. നിങ്ങളെ പ്രവൃത്തികൾ പ്രകാശമായി മാറണമെന്ന് യേശുക്രിസ്തു പറയുകയാണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ ഇപ്പോ ദൈവം പ്രകാശിക്കുവാനായി നൽകിയിരിക്കുന്ന വിളക്ക് സഭകളാണ്. വെളിപ്പാട് ദിവസം 1-ാം അധ്യായം വായിക്കുമ്പോൾ 7 നിലവിളക്കുകളുടെ നടുവിലാണ് യേശുക്രിസ്തു
സഞ്ചരിച്ച്, അതായത് യേശു ക്രിസ്തു നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ 7 നിലവിളക്കുകൾ സഭയെ കുറിക്കുന്നു. ഈ വിളക്കുകൾ കത്തേണ്ടതാണ്, പ്രകാശം നൽകേണ്ടതാണെന്ന് ഉള്ള ഒരു സൂചന അല്ലെങ്കിൽ ഒരു പാഠം നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നു. നമുക്കും പ്രകാശമായി മാറാം, നമുക്കും ഉപ്പായി മാറാം. അതിലേക്ക് വേണ്ടി ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിലേക്ക് വേണ്ടിയുള്ള ഊർജം, ആ പ്രകാശം നമുക്ക് യേശുക്രിസ്തുവിൽ നിന്ന് സ്വീകരിക്കാൻ, സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് വായിക്കാനായി സാധിക്കുന്നു. നമ്മിലും ആ പ്രകാശം വന്ന് നന്നായി ശോഭിക്കട്ടെ. ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവമായ കർത്താവേ, ഉപ്പിനെ പോലെ ഞങ്ങളും രുചികരമായി തീരുവാൻ അങ്ങ് സഹായിക്കണമേ. ഉപ്പ് അലിയുന്നത് പോലെ അലിയുന്ന സ്വഭാവവും, പലതിനെയും കേടുകൂടാതെ സൂക്ഷിക്കുന്നത് പോലെ കേടുകൂടാതെ സൂക്ഷിക്കുന്ന സ്വഭാവവും, ആഹാരത്തിന് രുചികരമായി മാറുന്നത് പോലെ രുചിയുടെ അനുഭവവും, യാഗത്തിന് കൂട്ടായി തീരുന്നത് പോലെ കർത്താവെ ആരാധനയുടെ അനുഭവവും യാഗ അനുഭവവും ഞങ്ങൾക്ക് തരയണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ഉപ്പ് വിശുദ്ധിയുടെ പ്രതീകമാണല്ലോ കർത്താവെ. അതുകൊണ്ട് ആ സ്വഭാവം, നല്ല സ്വഭാവം, മരുന്നായി പ്രവർത്തിക്കുന്ന സ്വഭാവം, ആശ്വാസകരമാകുന്ന സ്വഭാവം ഞങ്ങൾക്കും തരയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രകാശം കർത്താവെ വളരെ ആഴമായി ഞങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. പ്രകാശം അവിടെ നിന്നാണ് പ്രകാശം വരുന്നത്. ആ പ്രകാശം സൃഷ്ടിക്കുന്നു, ആ പ്രകാശം രൂപാന്തരപ്പെടുത്തുന്നു, നല്ല ബോധം ഞങ്ങൾക്ക് തരുന്നു, നല്ല വളർച്ച തരുന്നു. കർത്താവെ, ദൈവത്തിന് സ്തോത്രം. അങ്ങ് പ്രകാശമാണ്, അവിടുത്തെ പുത്രനും പ്രകാശമാണ് കർത്താവെ. ആ പ്രകാശം ശിഷ്യന്മാരിലും പ്രകാശിക്കണമെന്ന് അങ്ങ് പഠിപ്പിക്കുന്നു. ഇസ്രായേൽ ജനം കർത്താവെ ആ പ്രകാശത്തിൽ പ്രകാശിക്കേണ്ടതാണെന്ന് ഓർമ്മിപ്പിച്ചു. ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ദാവീദ് പ്രകാശമായിരുന്നു എന്നും വചനത്തിലൂടെ മനസ്സിലാക്കാനായി സാധിക്കുന്നു. ഞങ്ങൾ അന്ധകാരത്തിൽ നിന്ന് ഈ അത്ഭുത പ്രകാശത്തിലേക്ക് ഞങ്ങളെ വിളിച്ചിരിക്കുകയാണ്. അന്ധകാരത്തിന്റെ സന്തതികളല്ല കർത്താവെ ഞങ്ങൾ. അങ്ങനെ പ്രകാശമായി മാറുവാൻ അങ്ങ് സഹായിക്കണമേ. ആത്യന്തികമായി ഞങ്ങൾ ചിന്തിക്കുമ്പോൾ സഭ ലോകത്തിന്റെ പ്രകാശമാണ്, ലോകത്തിന്റെ വിളക്കാണ് എന്ന് ഞങ്ങൾ അറിയുന്നു. ഈ വിളക്ക് ശോഭിപ്പാൻ അങ്ങ് സഹായിക്കണമേ. ആ വിളക്കിൽ ഞങ്ങളും ചേർന്ന് നല്ല ശോഭയുള്ളവരായി തീരുവാൻ, സൽപ്രവൃത്തികളുടെ വക്താക്കളായി തീരുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സാന്നിധ്യം കർത്താവെ ഞങ്ങളോട് കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീനതകൾ വന്നുപോയെങ്കിൽ, പിഴവുകൾ വന്നുപോയെങ്കിൽ ക്ഷമിക്കണമേ. തിരുത്തി ജനത്തോട് പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തിയാൽ ഇടപെട്ട് അവരെ ശക്തിപ്പെടുത്തി നിലനിർത്തിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സർവശക്തനായി ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യമറിയിൽ ഉൽപ്പാദിക്കപ്പെട്ട് ജനിച്ച് പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ച് അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് പിന്നെയും ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് അവൻ ജീവനോടെ മരിച്ചവരെ ന്യായം വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് തലകളെ ഉണക്കാം. കർത്താവെ, നമുക്ക് ദാനമായി തന്നിരിക്കുന്ന ഈ വിശുദ്ധ ദിവസത്തിനായിട്ട് അങ്ങയോട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചക്കാലം ഞങ്ങളെ കാത്തു പരിപാലിച്ചതിനായിട്ട് നമ്മൾ സ്തുതിക്കുന്നു. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയും സഭയിലെ വരവുടങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭാ ശുശ്രൂഷനെയും കുടുംബത്തെ ഓർക്കുന്നു. അവരുടെ എല്ലാ ശുശ്രൂഷകളോടും പ്രാർത്ഥനകളോടുകൂടെ ഇന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയിലെ പ്രായമായ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ആരോഗ്യപരമെല്ലാം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ദൈവമേ, രോഗികളായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നിമോൻ്റെ, ഗ്രേസാൻ്റെ, ലിൻസിയുടെ ഫാദർ, നിമിയുടെ ഫാദർ എന്നിവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തിരുകൃപ ധാരാളമായി അവരുടെ മേൽ ചിരിമറാമെന്ന് പ്രാർത്ഥിക്കുന്നു. ഗീത ചേച്ചിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു.
കൈക്ക് പൂർണ്ണമായിട്ടുള്ള സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമേ. കോവിഡ് രോഗത്തിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചു വരുന്നവരെയൊക്കെ ഓർക്കുന്നു. പൂർണ്ണമായിട്ടുള്ള സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയിലെ സൺഡേ സ്കൂൾ, യൂത്ത് ഫെലോഷിപ്പ്, വിമൻസ് ഫെലോഷിപ്പ്, കൊയർ എന്നീ സംഘടനകളെ ഓർക്കുന്നു. അതിൻ്റെ ചുമതല വഹിക്കുന്നവരെ എൻ്റെ നാട്ടിലേക്ക് ഏൽപ്പിക്കുന്നു. സഭയിൽ കൂടി നടത്തണമേ. അതേ സമയത്ത് ഞങ്ങളുടെ ബിൽഡിംഗ് കമ്മിറ്റിയും പാസ്റ്റർ കമ്മിറ്റിയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തണമേ. ഞങ്ങളുടെ ചർച്ച് ബിൽഡിംഗ് പ്രൊജക്റ്റിനെ ഓർക്കുന്നു. കർത്താവേ, സാമ്പത്തികമായിട്ടുള്ള എല്ലാ തടസ്സങ്ങളെയും മാറ്റി അതിൻ്റെ പണികളൊക്കെയും തുടരുന്നതിനായിട്ട് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രാജ്യത്തെ ഭരണാധികാരികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ കർത്താവേ, നിന്റെ ആത്മാവ് ശരീരമാകുന്ന സഭയെ മുഴുവനും ഭരിച്ച് ശുദ്ധീകരിക്കുന്നുവല്ലോ. നിന്റെ വിശുദ്ധ സഭയിലെ എല്ലാ വിധത്തിലുമുള്ള ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കഴിക്കുന്ന അപേക്ഷകളെയും പ്രാർത്ഥനകളെയും കൈക്കൊള്ളണമേ. അതിലുള്ള ഓരോരുത്തരും അവനവൻ്റെ ഉള്ളിലും ശുശ്രൂഷയിലും നിന്നെ സത്യത്തോടും ഭക്തിയോടും സേവിക്കേണ്ടതിന് ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു മൂലം കൃപയരുളണമേ. ആമേൻ. Glory be to God. Welcome one and all in the precious name of our Lord and Savior Jesus Christ. Let us thank our Lord for the healing that He has provided to our land. Next week, that is the 25th of July, Holy Communion would be celebrated at the residence of Mr. Jinu at Petra Park. All believers who want to partake in the Lord's table are welcome to attend at his residence. Please do continue to uphold the church, choir, women's fellowship, building committee, pastorate committee, Sunday school, youth fellowships in your prayers. Also do pray in earnest for the completion of our project. Thank you, Achan, Rijo and family for bringing us this worship. Thank you. God bless us all. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. സമാധാനത്തോടെ ആശീർവാദങ്ങൾക്കുള്ള സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നിലവിളെയും ക്രിസ്തയേശുവിൽ കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ഇടയിലുണ്ടായി നാം എല്ലാവരോടും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.
Amen.